നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 14 ബുധനാഴ്ചയാണ്. നാളെ ഓഗസ്റ്റ് 15 ഇൻഡിപെൻഡൻസ് ഡേയോടനുബന്ധിച്ച് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കില്ല. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകളിലേക്ക് വരാം. ആദ്യം US യൂറോപ്യൻ മാർക്കറ്റുകളെല്ലാം ഇന്നലെ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. US മാർക്കറ്റുകൾ വലിയ നേട്ടത്തിലേക്ക് പോയത് ഇന്നലെ പുറത്തുവന്ന പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയ്ക്ക് ശേഷമായിരുന്നു. നാസ്ഡാക്ക് 400 പോയിന്റ്സിലേറെ ഉയർന്നു. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റി സൂചിപ്പിക്കുന്നത് നിഫ്റ്റിയിൽ ഒരു 70 മുതൽ 80 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിന് സാധ്യതയുണ്ട് എന്നാണ്. മറ്റു വാർത്തകൾ നോക്കുകയാണെങ്കിൽ GST മീറ്റിംഗ് സെപ്റ്റംബർ 9 നടക്കും എന്നൊരു വാർത്ത വരുന്നു. അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് സെക്ടർ ഇന്ന് ഫോക്കസിലുണ്ടായിരിക്കും. മാത്രമല്ല, അദാനി ഗ്രൂപ്പ് ഓഹരികൾ MSI നിയന്ത്രണങ്ങളിൽ നിന്ന് നീക്കി എന്നത് അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ്. ഹീറോ മോട്ടോകോപ്പിനെ സംബന്ധിച്ച് വളരെ നല്ല റിസൾട്ട് തന്നെയാണ് പുറത്തു വന്നത്. ധാരാളം വാർത്തകൾ നമ്മളിവിടെ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ പരമാവധി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകൾ ഇവിടെ ഷെയർ ചെയ്യുകയാണ്. ആദ്യം GST കൗൺസിൽ യോഗം സെപ്റ്റംബർ 9 നടക്കും. ഓഫ്ഷോർ ശാഖകളിൽ നിന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന സേവനങ്ങളുടെ നിരക്ക് യുക്തിസഹമാക്കലും GST ലെവിയും ചർച്ച ചെയ്യാൻ 2024 സെപ്റ്റംബർ 9 GST കൗൺസിൽ യോഗം ചേരും. ഇതിൽ നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ആരോഗ്യ ഇൻഷുറൻസ് നികുതിയെ സംബന്ധിച്ചതാണ്. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയങ്ങളുടെ നിലവിലെ 18% GST കുറയ്ക്കുന്നതിനോ അത്തരം സേവനങ്ങൾ GSTയിൽ നിന്ന് മൊത്തത്തിൽ നീക്കം ചെയ്യാനോ കൗൺസിൽ പരിഗണിക്കും. ഇത്തരത്തിലൊരു വാർത്ത പരിഗണനയിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇൻഷുറൻസ് കമ്പനികൾ വലിയ റാലിയിലേക്ക് പോയിരുന്നു. അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികളെ സംബന്ധിച്ച് 18% GST കുറയ്ക്കുക എന്നത് വലിയ ഒരു നേട്ടം തന്നെയാണ്. മറ്റൊരു സുപ്രധാനമായ കാര്യം വരുന്നത് ഓൺലൈൻ ഗെയിമിംഗ് ടാക്സുമായി ബന്ധപ്പെട്ടതാണ്. 2023 ഒക്ടോബറിന് ശേഷം പ്രതിമാസം 250 കോടി രൂപയിൽ നിന്ന് ഏകദേശം 1150 കോടി രൂപയായി ഉയർന്ന വരുമാന ശേഖരത്തിൽ ഗണ്യമായ വർധനമുണ്ടായിട്ടും ഓൺലൈൻ ഗെയിമിംഗ് വ്യവസായത്തിലെ വിവാദപരമായ 28% GST ലെവി അവലോകനം ചെയ്യാൻ കൗൺസിൽ സാധ്യതയില്ല എന്നാണ് അറിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരും ഉറ്റുനോക്കുന്നത് റേറ്റ് റാഷണലൈസേഷൻ ആണ്. ഇന്ത്യയുടെ GST നിലവിൽ 4 സ്ലാബുകളിലായിട്ടാണ്. 5%, 12%, 18%, 28%. ഇത് 3 സ്ലാബ് ആക്കാനുള്ള ഉദ്ദേശമുണ്ട്. അതും പരിഗണനയിലുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇവന്റ് തന്നെയാണ് സെപ്റ്റംബർ 9 നടക്കുന്ന GST കൗൺസിൽ മീറ്റ്. അതുകൊണ്ട് തന്നെ ആ മീറ്റിംഗ് നമുക്ക് ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കേണ്ടതുണ്ട്. മറ്റൊരു വാർത്തയിലേക്ക്. മോർഗൻ സ്റ്റാൻലി ക്യാപിറ്റൽ ഇന്റർനാഷണൽ MSCI എമർജിംഗ് ഇൻഡെക്സ് സൂചികയിൽ ഇന്ത്യയുടെ വെയിറ്റേജ് 2020 വെറും 8% മാത്രമായിരുന്നു. നിലവിൽ അത് 20% വർദ്ധിച്ചു. MSCI എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സിൽ ധാരാളം ക്രൈറ്റീരിയകൾ വെച്ചിട്ടാണ് അവർ സ്റ്റോക്കുകൾ ഇതിൽ ആഡ് ചെയ്യാറുള്ളത്. അത്തരത്തിൽ ഇപ്പോൾ ആഡ് ചെയ്ത സ്റ്റോക്കുകൾ RVNL, ഡിക്സോൺ ടെക്നോളജീസ്, വോഡാഫോൺ ഐഡിയ, ഓയിൽ ഇന്ത്യ, സൈഡസ് ലൈഫ്, പ്രസ്റ്റീജ് എസ്റ്റേറ്റ്, ഒറാക്കിൾ ഫിനാൻഷ്യൽ സർവീസ് സോഫ്റ്റ്വെയർ എന്നിവയാണ്. ഇതിൽ തന്നെ വലിയ ഇൻഫ്ലോ വരാൻ സാധ്യതയുള്ള ഡിക്സോൺ ടെക്നോളജീസ്, വോഡാഫോൺ ഐഡിയ, ഓയിൽ ഇന്ത്യ, സൈഡസ് ലൈഫ്, RVNL തുടങ്ങിയ കമ്പനികളിലാണ്. നുവാമയുടെ അഭിപ്രായത്തിൽ ഇനി ഈ വർഷം അവസാനത്തോടെ ഇന്ത്യയുടെ വെയിറ്റേജ് 22% എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെടുത്തി പറയാനുള്ള മറ്റൊരു വാർത്ത കൂടിയുണ്ട്. അദാനി ഗ്രൂപ്പ് ഓഹരികളിൽ MSCI നിയന്ത്രണങ്ങൾ നീക്കിയിരിക്കുന്നു. അത് അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ വാർത്ത തന്നെയാണ്. 2023 ജനുവരിയിൽ ഹിൻബർഗ് റിസർച്ചിന്റെ ആദ്യ റിപ്പോർട്ടിന് ശേഷം അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ MSCI നീക്കം ചെയ്തിരിക്കുന്നത്. അടുത്തതായി ഇന്നലെ വൈകുന്നേരം 3:30 മുതൽ പുറത്തുവന്ന Q1 റിസൾട്ടുകളിലേക്കാണ്. ആദ്യം ഹീറോ മോട്ടോകോർപ്പ് 1032 കോടി രൂപയാണ് നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 47.3% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. ടോട്ടൽ ഇൻകമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 10,435.6 കോടി രൂപയാണ്. അതായത് ഇയർ ഓൺ ഇയറുമായി കമ്പയർ ചെയ്യുമ്പോൾ 15% വർധനവ് വന്നിരിക്കുന്നു. അടുത്തത് അപ്പോളോ ഹോസ്പിറ്റൽസിന്റെ റിസൾട്ടാണ്. നെറ്റ് പ്രോഫിറ്റിൽ 82% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 315.5 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. 173.4 കോടി രൂപയായിരുന്നു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നെറ്റ് പ്രോഫിറ്റായി ഉണ്ടായിരുന്നത്. റവന്യൂവിൽ 15.1% വർധനമാണ് രേഖപ്പെടുത്തിയത്. 5085.6 കോടി രൂപയിലാണ് ഇപ്പോൾ റവന്യൂ ഉള്ളത്. അടുത്തത് ഒരു വളരെ നല്ല റിസൾട്ടുമായി പുറത്തു വന്നത് നൈക്കയാണ്. 151.7% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ ഉണ്ടായിരിക്കുന്നത്. 13.64 കോടി രൂപയിലാണ് ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഉള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ അത് 5.42 കോടി രൂപയായിരുന്നു. റവന്യൂവിൽ 22.8% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നൈക്ക ഡോട്ട് ആൻഡ് കീ വെൽനെസിന്റെ 39% ഓഹരികൾ കൂടി ഏറ്റെടുക്കാൻ ഒരുക്കുന്നുണ്ട്.
നൈക്കയെ സംബന്ധിച്ച് വളരെ നല്ലൊരു റിസൾട്ട് തന്നെയായിരുന്നു. അടുത്തത് പിരാമൽ എന്റർപ്രൈസസ് ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 60.5% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. റവന്യൂവിൽ 63.3% വർധനവും രേഖപ്പെടുത്തിയിരിക്കുന്നു. മണപ്പുറം ഫിനാൻസ് ആണ് മറ്റൊരു കമ്പനി. പ്രോഫിറ്റിൽ 11.7% വർധനവ് ഇയർ ഓൺ ഇയറിലും നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 18.7% വർധനവും രേഖപ്പെടുത്തി. മറ്റൊരു സ്റ്റോക്ക് GMR എയർപോർട്ട് ആൻഡ് ഇൻഫ്രയാണ്. നെറ്റ് ലോസായി രേഖപ്പെടുത്തിയിരിക്കുന്നത് 337.6 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നെറ്റ് പ്രോഫിറ്റായി രേഖപ്പെടുത്തിയത് 15.5 കോടി രൂപയായിരുന്നു. റവന്യൂവിൽ പക്ഷേ ഒരു വർധനമുണ്ടായിട്ടുണ്ട്. 19.1% വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു സ്റ്റോക്ക് SJVN ആണ്. നെറ്റ് പ്രോഫിറ്റിൽ 31.4% വർധനവും റവന്യൂവിൽ 29% വർധനവും രേഖപ്പെടുത്തി. ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ: ഓല ഇലക്ട്രിക് മൊബിലിറ്റി, ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ, ആസ്ട്രോൺ പേപ്പർ, ബജാജ് ഹെൽത്ത് കെയർ, GMR പവർ, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ്, ജയപ്രകാശ് അസോസിയേറ്റ്സ്, KNR കൺസ്ട്രക്ഷൻസ്, ലെക്സ് ഇൻഡസ്ട്രീസ്, മസ്ഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, നാഷണൽ ഫെർട്ടിലൈസർ, സാൻസ്റ്റാർ, ശ്രീറാം പ്രോപ്പർട്ടീസ്, സ്പൈസ് ജെറ്റ്, സ്റ്റാൻലി ലൈഫ് സ്റ്റൈൽ, സൺടെക് റിയാലിറ്റി, വാസ്കോൺ എഞ്ചിനീയേഴ്സ് തുടങ്ങിയവയുടെ റിസൾട്ടുകളാണ് വരുന്നത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ: ആർത്തി ഇൻഡസ്ട്രീസ്, AB ക്യാപിറ്റൽ, ABFRL, ബന്ധൻ ബാങ്ക്, ബയോകോൺ, ബിസോഫ്റ്റ്, ചെമ്പൽ ഫെർട്ടിലൈസർ, ഗ്രാനുൾസ്, ഇന്ത്യ സിമെന്റ്, ഇന്ത്യ മാർട്ട്, LIC ഹൗസിംഗ് ഫിനാൻസ്, മണപ്പുറം, പഞ്ചാബ് നാഷണൽ ബാങ്ക്, RBL, സെയിൽ, സൺ TV തുടങ്ങിയവയാണ്. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളും Q1 റിസൾട്ടുകളും കൂടാതെ ഇന്ന് റിസൾട്ട് വരുന്ന കമ്പനികളുടെ പേരുകളും അതുപോലെ F&O ബാനായ സ്റ്റോക്കുകളുമാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇന്നത്തെ നമ്മുടെ ലൈവ് സെഷൻ തുടങ്ങുന്നത് രാവിലെ 11 മണിയോടുകൂടിയാണ്. 11 മണി മുതൽ 3:30 വരെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. നമുക്ക് ട്രേഡ് ചെയ്യുമ്പോൾ ധാരാളം ഉപകാരപ്രദമാവാൻ സാധ്യതയുള്ള ഇൻഫർമേഷൻസ് അവിടെ സാറ് തരാറുണ്ട്. അപ്പോൾ എല്ലാവരും ലൈവ് സെഷൻ കാണാൻ ശ്രമിക്കുക. മാത്രമല്ല, സ്റ്റുഡൻസിന് നമ്മുടെ ലൈവ് സെഷൻ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട കാര്യമില്ല. തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ചതിന് ശേഷം നിങ്ങൾക്ക് ഞങ്ങളുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ ഞങ്ങളുടെ എഡ്യൂക്കേഷൻ വ്യൂസ് എല്ലാം അവിടെ നിന്നും ലഭിക്കുന്നതുമാണ്. ഇന്നലത്തെ മാർക്കറ്റ് ഹൈലൈറ്റ്സിലേക്ക്. ഇന്നലെ മാർക്കറ്റ് വലിയ ഇടിവിലേക്കാണ് പോയത്. നിഫ്റ്റിയും സെൻസെക്സും 1%-അടുത്തും, നിഫ്റ്റി ബാങ്ക്, ഫിൻനിഫ്റ്റി, ബാങ്ക് എക്സ്, സ്മോൾ ക്യാപ് ഇൻഡെക്സ് എന്നിവ 1.5%-അടുത്തും ഇടിയുകയുണ്ടായി. ഇന്നലെ ഗ്രീനിൽ ക്ലോസ് ചെയ്ത ഒരു സെക്ടർ IT സെക്ടർ ആയിരുന്നു. HSBC ടാർഗറ്റ് പ്രൈസ് ഉയർത്തിയതോടെ ഓറോബിന്റെ ഫാർമ 3% ഉയർന്നു. എത്തനോൾ പ്രൈസ് ഹൈക്കിനെ തുടർന്ന് ഷുഗർ സ്റ്റോക്കുകൾ നേട്ടമുണ്ടാക്കി. MSCI ഇൻക്ലൂഷന് ശേഷം HDFC ബാങ്ക് ഏകദേശം 3% ഇടിഞ്ഞു. ഡേ ഹൈയിൽ നിന്നും ഹീറോ മോട്ടോഴ്സ് ഏകദേശം 3% ഇടിഞ്ഞു. അപ്പോളോ ഹോസ്പിറ്റൽ റിസൾട്ടുകൾക്ക് മുൻപായി 1% നേട്ടമുണ്ടാക്കി. കഴിഞ്ഞ 2 ദിവസമായി ഓല ഇലക്ട്രിക് 20% അപ്പർ സർക്യൂട്ടിലായിരുന്നെങ്കിൽ ഇന്നലെ ഡേ ഹൈയിൽ നിന്ന് ഏകദേശം 18% സ്റ്റോക്ക് ഇടിഞ്ഞത്. നിഫ്റ്റിയിലേക്ക് 24,139 208 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഉച്ചവരെ ഒരു സൈഡ് വേസിലായിരുന്ന മാർക്കറ്റ് ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു ഇടിവിലേക്ക് പോയത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഓഗസ്റ്റ് 5-ന് ശേഷം നിഫ്റ്റിക്ക് ഒരിക്കൽ പോലും 24,400-ന് മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നിഫ്റ്റി ഏതായാലും ഷോർട്ട് ടേമിലേക്ക് വീക്കാണ് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 50-ഡേ EMA. ഓഗസ്റ്റ് 5, 6 തീയതികളിൽ നിഫ്റ്റി ടച്ച് ചെയ്ത് തിരിച്ചു കയറിയ ഒരു ലെവലാണ് ഈ 50-ഡേ EMA. ആ ലെവലുള്ളത് 24,010-ലാണ്. കൂടാതെ ഓഗസ്റ്റ് 5-ന്റെ ലോ എന്ന് പറയുന്നത് 23,895-ആണ്. അതാണ് നമ്മൾ രണ്ടാമതായി നോക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഡൗൺ സൈഡിലെ ഒരു ലെവൽ. ഈ 2 ലെവലിലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ലെവൽ 23,500-ആണ്. ഡൗൺ സൈഡിൽ ഒരു പ്രധാനപ്പെട്ട ലെവൽ അത് തന്നെയാണ്. കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന പുട്ട് സൈഡിലെ ഒരു സ്ട്രൈക്കും അത് തന്നെയാണ്. അടുത്തതായി ഡെയിലി ക്യാൻഡിലാണ്. ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു വലിയ ബിയറിഷ് ക്യാൻഡിലാണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്ത കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകൾ നോക്കാം. ആദ്യം 25,000-ലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 24,500 സ്ട്രൈക്കും അതിനുശേഷം 24,400 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 23,500-ആണ്. അതിനുശേഷം 24,000 സ്ട്രൈക്കും അതിനുശേഷം 23,800 സ്ട്രൈക്കിലുമാണ്. ഈ പറഞ്ഞ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 24,400-ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 24,000-ഉമാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങൾ പരിശോധിക്കാം. ആദ്യം 24,100 സ്ട്രൈക്കിൽ 43% വർധനവാണ് പുട്ട് സൈഡിൽ കാണുന്നത്. ഒരു ലോങ് ബിൽഡപ്പാണ്. എന്നാൽ കോൾ സൈഡാണ് കുറച്ച് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത്. 301% വർധനവാണ് കോൾ സൈഡിലുള്ളത്. ഒരു ശക്തമായ ഷോർട്ട് ബിൽഡപ്പ് കാണാം. 24,150 സ്ട്രൈക്കിൽ 50% വർധനവാണ് പുട്ട് സൈഡിൽ. ചെറിയ ലോങ് ബിൽഡപ്പാണ്. എന്നാൽ 296% വർധനവാണ് കോൾ സൈഡിലുള്ളത്. ശക്തമായ ഷോർട്ട് ബിൽഡപ്പാണത്.
24-200 സ്ട്രൈക്കിൽ 60% മാത്രം വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്, 371% വർധനവ് കോൾ സൈഡിൽ ഒരു ശക്തമായ ഷോർട്ട് ബിൽഡപ്പ് കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള കോൾ സെല്ലേഴ്സ് നല്ല ശക്തിയായി നിൽക്കുന്നു എന്ന് കാണാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 50,000 താഴെയായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 49,831 746 പോയിന്റ്സ് ഇടിഞ്ഞാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ ഇന്നലെ ഡൗൺ ആയത് ബാങ്ക് നിഫ്റ്റി ആയിരുന്നു. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഡൗൺ സൈഡിലെ ഒരു ലെവൽ 49,000 തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നലെ ഓഗസ്റ്റ് 5, 6, 7, 8 തീയതികളിൽ, അതായത് ഈ 4 ദിവസവും ഒരു സപ്പോർട്ട് എടുത്ത് 100 ഡേ EMIക്ക് താഴെയായിട്ടാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതൊരു നെഗറ്റിവിറ്റി ആയിട്ട് തന്നെ കണക്കാക്കണം. അപ്സൈഡിലെ ഒരു പ്രധാനപ്പെട്ട ലെവലാവാൻ സാധ്യതയുള്ളത് 50,250 മുതൽ 50,300 വരെയുള്ള ലെവലാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ ബാങ്ക് നിഫ്റ്റിയുടെ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളാണ്. 50,500 കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 51,000 സ്ട്രൈക്കും അതിനുശേഷം 51,500 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000 അതിനുശേഷം 48,000 സ്ട്രൈക്കും അതിനുശേഷം 49,500 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 50,500, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,500. ഇന്ത്യ വിക്സിലേക്ക് തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും ഇന്ത്യ വിക്സ് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. മാത്രമല്ല 16 എന്ന മാർക്കിന് മുകളിലായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. 16.17 1.89% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. അടുത്തതായി ഗ്ലോബൽ മാർക്കറ്റ് സെഗ്മെന്റിലേക്ക്. ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 2,107 കോടി രൂപയ്ക്കാണ് അവർ സെല്ല് ചെയ്തത്. DIS ആവട്ടെ 1,239 കോടി രൂപയ്ക്ക് ഇന്നലെ ബൈ ചെയ്തു. കഴിഞ്ഞ കുറച്ച് ദിവസത്തെ FISന്റെ സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിലും FIS ഇപ്പോഴും സെല്ലിംഗ് മോഡിൽ തന്നെയാണ്. US മാർക്കറ്റിലേക്ക് സെപ്റ്റംബറിൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കുമെന്ന വാതുവെപ്പുകളെ സോഫ്റ്റായ പ്രൊഡ്യൂസർ പ്രൈസ് ഡാറ്റകൾ ശക്തിപ്പെടുത്തിയതോടെ US സൂചികകൾ ചൊവ്വാഴ്ച 2 ആഴ്ചത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ ക്ലോസ് ചെയ്തു. S&P 500 1.68% നേട്ടത്തിലും, നാസ്ഡാക്ക് 2.43% നേട്ടത്തിലും, ഡൗ ജോൺസ് 1.04% നേട്ടത്തിലും, സ്മോൾ ക്യാപ് ഇൻഡെക്സ് റസൽ 2000 1.6% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. ഇനി ഇന്നലെ പുറത്തു വന്ന പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയിലേക്കാണ്. ചീപ്പർ സർവീസസ് ചരക്കുകളുടെ വിലയിലെ വർധനവ് ചെറിയ തോതിൽ വർദ്ധിച്ചതിനാൽ ജൂലൈയിൽ US പ്രൊഡ്യൂസർ പ്രൈസ് പ്രതീക്ഷിച്ചതിലും ഒരു കുറവ് വർധനവാണ് രേഖപ്പെടുത്തിയത്. പണപ്പെരുപ്പം മിതമായ നിലവിൽ തുടരുന്നു എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. PPI ജൂണിൽ 2.7% അത് ജൂലൈയിൽ 2.2%. US സെൻട്രൽ ബാങ്ക് എത്തരത്തിലായിരിക്കും ഒരു റേറ്റ് കട്ടിലേക്ക് പോവുക എന്നതിന്റെ കൂടുതൽ സൂചനകൾ തരുന്നത് ഇന്നത്തെ CPI ഡാറ്റയായിരിക്കും. അതിനുവേണ്ടി തന്നെയാണ് ഇന്ന് ഇൻവെസ്റ്റേഴ്സ് വെയിറ്റ് ചെയ്യുന്നതും. ഇന്നലത്തെ പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റയ്ക്ക് ശേഷം 50 ബേസിസ് റേറ്റ് കട്ടിനുള്ള സാധ്യത സെപ്റ്റംബറിൽ 55% LSEG ഡാറ്റ കാണിക്കുന്നത്. ഇന്നലെ നേട്ടമുണ്ടാക്കിയ സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ IT, കൺസ്യൂമർ ഡ്യൂറബിൾസ് ആണ് ഇന്നലെ നേട്ടമുണ്ടാക്കിയത്. എനർജി സ്റ്റോക്കുകൾ ഇന്നലെ ഇടിഞ്ഞു. സ്റ്റാർബക്സ് ആണ് ഇന്നലെ വലിയ നേട്ടത്തിലേക്ക് പോയ ഒരു സ്റ്റോക്ക്, 24.5% ഉയർന്നു. അടുത്തതായി US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിലേക്ക്. ആദ്യം ടെക് സൈഡിൽ ഇൻഫോസിസ് 1.3%, വിപ്രോയും 1.3% തന്നെ ഉയർന്നു. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.50% ഇടിഞ്ഞപ്പോൾ HDFC ബാങ്ക് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ കണ്ട ആ ഒരു ഇടിവ് ഇന്നലെ അവിടെ ADRൽ കണ്ടു. 3.17% ഇടിഞ്ഞു. ഡോക്ടർ റെഡ്ഡി 1% മുകളിൽ നേട്ടത്തിൽ തന്നെയാണ് ഇന്നലെയും ക്ലോസ് ചെയ്തത്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന US മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.03% ഇടിവിലും, S&P 500 0.03% തന്നെ ഇടിവിലുമാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റിലേക്ക് ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിൽ തന്നെയായിരുന്നു. UK മാർക്കറ്റ് FTSE 0.30% നേട്ടത്തിലും, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.48% നേട്ടത്തിലും, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.35% നേട്ടത്തിലും, സ്റ്റോക്ക് 600 0.5% നേട്ടത്തിലും ക്ലോസ് ചെയ്തു. മിക്ക സെക്ടറുകളും ഇന്നലെ പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. ഹെൽത്ത് കെയർ സ്റ്റോക്കുകൾ 1% മുകളിൽ ഉയർന്നപ്പോൾ മൈനിങ് സ്റ്റോക്കുകൾ 0.5% ഇടിവും രേഖപ്പെടുത്തി. ഇന്നലെ UKയിൽ നിന്നും പ്രധാനപ്പെട്ട ഡാറ്റകൾ പുറത്തു വന്നിരുന്നു. വെയ്ജ് ഡാറ്റ പുറത്തു വന്നു. 2 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ടാണ് ഡാറ്റ പുറത്തു വന്നത്. കൂടാതെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് അവിടെ കുറയുന്ന ഒരു കാഴ്ച കണ്ടു. ഇന്ന് ഇൻഫ്ലേഷൻ ഡാറ്റയാണ് പുറത്തു വരുന്നത്. അങ്ങേയറ്റം പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന യൂറോപ്യൻ മാർക്കറ്റിന്റെ ഫ്യൂച്ചേഴ്സ് ചെറിയ പോസിറ്റിവിറ്റിയോട് കൂടിയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക്. ഏഷ്യൻ മാർക്കറ്റിൽ പ്രധാനപ്പെട്ട കുറച്ച് ഡാറ്റകൾ പുറത്തു വന്നത്. സൗത്ത് കൊറിയയിൽ നിന്നും അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് പുറത്തു വന്നിരുന്നു. ഒക്ടോബർ 2023 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലാണ് ഡാറ്റ പുറത്തു വന്നത്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ആദ്യം ഗിഫ്റ്റ് നിഫ്റ്റി 24,230 എന്ന നിലയിൽ 73 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ നമുക്ക് 70 മുതൽ 80 പോയിന്റ്സിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്.
മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി ഇപ്പോൾ 0.90% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. തായ്വാൻ മാർക്കറ്റ് 1% മുകളിലും, കോസ്പി മാർക്കറ്റ് 0.9%, ഹോങ്കോങ് മാർക്കറ്റ് 0.35%, സിംഗപ്പൂർ മാർക്കറ്റ് 0.58% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഓയിൽ പ്രൈസുകളിലേക്ക്. ആഗോള ഡിമാൻഡ് കുറയുന്നതും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുന്നതും US ക്രൂഡ് ഓയിൽ ഇന്നലെ 2% ഇടിയാൻ കാരണമായി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $81.26 പെർ ബാരൽ എന്ന നിലയിൽ 0.42% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. WTI ഉള്ളത് $78.96 പെർ ബാരൽ എന്ന നിലയിൽ 0.82% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ഏറ്റവും പ്രധാനപ്പെട്ട ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, CNBC തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. അത് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഇവിടെ ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും